ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേരയ്ക്ക ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 പേരയ്ക്കയാണ്. നല്ല പഴുത്ത പേരയ്ക്കയാണ് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് മിക്സിയിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് അല്പം മധുരം കുറവാണ് ഈ ഒരു പേരയ്ക്കയ്ക്ക്, അതുകൊണ്ടാണ് ഞാൻ ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾക്ക് ഒരു സ്ട്രെയിനറിലൂടെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ കുരുവൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയണം. അതല്ലെങ്കിൽ നമ്മൾ ഷേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെ കുരുവൊക്കെ ഭയങ്കരമായിട്ട് കടിക്കും, അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റ് കണ്ടോ, കുരുവും അതിൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വേസ്റ്റ് നമ്മൾ കളഞ്ഞേക്കുക. അതിനുശേഷം നമുക്കിത് വീണ്ടും നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പേരയ്ക്കയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ധാരാളം വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് തിരിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിന് ശേഷം ഷേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താം. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ എടുക്കുന്നത് പാലാണ്. തിളപ്പിച്ചാറ്റിയ പാല്, തിളപ്പിച്ചാറ്റി തണുക്കാൻ വെച്ച പാലാണ് കേട്ടോ. 1/2 ലിറ്റർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ലൊരു തണുപ്പും, പാല് തണുത്തതാണ് എങ്കിൽ കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്കിതിൽ കുറച്ച് മധുരം കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മധുരവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് പാലും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ദാ ഇവിടെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പേരയ്ക്ക മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ സബ്ജ സീഡ്സ് ആണ്, അതായത് കസ്കസ് എന്നൊക്കെ പറയുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ഞാനൊന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് സോക്ക് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇതേപോലെ ഡബിൾ എമൗണ്ട് ആയിട്ട് വരും. അപ്പോൾ ഇത് കുറേശ്ശെ നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഷേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് കഴിക്കുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ്. അത് മാത്രമല്ല കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ ഇഷ്ടമില്ലാത്തവർ അതൊക്കെ ഒഴിവാക്കുക. അല്ലെങ്കിൽ തന്നെ പേരയ്ക്ക ജ്യൂസ് വെറുതെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതെ കുറച്ചും കൂടെ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ പേരയ്ക്ക മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ചെയ്യാനായിട്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.